നീറ്റ് 2026 പരീക്ഷാ ക്രമക്കേടിനെതിരെ ബീഹാറിൽ കത്തുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ നിർദ്ദയം AK-47 റൈഫിൾ ഉപയോഗിച്ച് വെടിയുതിർത്ത പോലീസുകാരന് ഒടുവിൽ പണികിട്ടി. ക്രൂരമായ വെടിവെപ്പിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുകയും ഭരണകൂടത്തിനെതിരെ വൻ ജനരോഷമുയരുകയും ചെയ്തതോടെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ വിശദമായ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ജൂലൈ 25-ന് സിവാൻ ജില്ലയിൽ നടന്ന ബീഹാർ ബന്ദ് പ്രതിഷേധത്തിനിടെയായിരുന്നു സിനിമാറ്റിക് മോഡലുള്ള പോലീസിന്റെ ഈ അഴിഞ്ഞാട്ടം. പ്രതിപക്ഷ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും ആഹ്വാനം ചെയ്ത ബന്ദിൽ പട്ന, സിവാൻ, ഛപ്ര തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വൻ പ്രതിഷേധമാണ് അലയടിച്ചത്. പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസ് കണ്ണീർ വാതകവും ലാത്തിച്ചാർജും പ്രയോഗിച്ചെങ്കിലും ജനം പിരിഞ്ഞുപോയില്ല. ഇതോടെയാണ് നിയന്ത്രണം വിട്ടൊരു പോലീസുകാരൻ AK-47 റൈഫിൾ എടുത്ത് ജനക്കൂട്ടത്തിന് നേരെ കാഞ്ചി വലിച്ചത്. വെടിവെപ്പിൽ 15 വയസ്സുകാരനായ ആരിഫ് ഉൾപ്പെടെ 3 പേർക്ക് വെടിയേറ്റു. ബന്ദിന്റെ ഭാഗമായി കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ആരിഫിന്റെ കഴുത്തിലാണ് ക്രൂരമായി വെടിയേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയയിലൂടെ വെടിയുണ്ട നീക്കം ചെയ്തു. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പട്നയിലെ പ്രശസ്തമായ ഗാന്ധി മൈതാനത്തും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായിരുന്നു. വിദ്യാർത്ഥികളുടെ കൂറ്റൻ പ്രതിഷേധ മാർച്ചിനു നേരെ പോലീസ് ബലം പ്രയോഗിക്കുകയും ലാത്തിച്ചാർജ് നടത്തുകയും ചെയ്തു. കല്ലേറിലും ലാത്തിച്ചാർജിലും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആകാശത്തേക്ക് വെടിവെച്ചാണ് ഇവിടെ പോലീസ് ജനത്തെ ഭയപ്പെടുത്തിയത്. സിവാൻ, ഔറംഗാബാദ്, പാട്ന, ഭഗൽപൂർ, ഛപ്ര എന്നിവിടങ്ങളിലെല്ലാം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത്. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഗാന്ധി മൈതാനത്തെത്തിയ മുൻ ബീഹാർ മന്ത്രിയും RJD നേതാവുമായ തേജ് പ്രതാപ് യാദവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബീഹാറിലുടനീളം പരീക്ഷാ തട്ടിപ്പിനെതിരെ പ്രതിഷേധം കൊടുമ്പിരി കൊള്ളുമ്പോൾ തോക്കെടുത്തതിനെ അടിച്ചമർത്താൻ നോക്കിയ പോലീസിനെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എന്തായാലും വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ട 2 മാസങ്ങളാണ് കടന്നു പോകുന്നത്. നീറ്റ് പരീക്ഷ ക്രമക്കേടുകളിലും ചോദ്യപേപ്പർ ചോർച്ചിലും പ്രതിഷേധിച്ച് രാജ്യത്തുടനീളം ഉയർന്ന ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഗത്യന്തരമില്ലാതെ രാജിവെച്ച വലിയൊരു ചരിത്രമാണ് നമ്മൾ കണ്ടത്. 2026 നീറ്റ് പരീക്ഷാ വിവാദവും അതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളും ചരിത്രത്തിൽ ഇടം പിടിക്കുന്നതാണ്. നീറ്റ് പരീക്ഷാ വിവാദങ്ങളുടെ തുടക്കം മുതൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ നയിച്ച പ്രധാന സംഭവ വികാസങ്ങൾ നമ്മൾ ഓർക്കേണ്ടത് തന്നെയാണ്. 2026 മെയ് 3-നാണ് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത നീറ്റ് പരീക്ഷ നടക്കുന്നത്. മെയ് 12-ന് പരീക്ഷാ ചോദ്യപേപ്പർ മുൻകൂട്ടി ചോർന്നതായുള്ള ഗുരുതരമായ ആരോപണം വരുന്നു. തുടർന്ന് NTA പരീക്ഷ റദ്ദാക്കുന്നു. മെയ് 15-ന് ഗസ്റ്റ് പേപ്പർ എന്ന വ്യാജേന യഥാർത്ഥ ചോദ്യപേപ്പർ തന്നെ ചോർന്നെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. തുടർന്ന് കേസ് CBI അന്വേഷണത്തിന് വരുന്നു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നീറ്റ് പരീക്ഷാർത്ഥികളായിരുന്നവർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം. ജൂൺ 6-ന് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ CJP സമരം ആരംഭിച്ചു. ജൂൺ 21-ന് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുടെ രാജ്യത്തുടനീളം നീറ്റ് പുനഃപരീക്ഷ. ജൂൺ 28-ന് സുതാര്യത ഉറപ്പാക്കണമെന്നും പരീക്ഷാ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാര സമരം. തുടർന്ന് അദ്ദേഹത്തിനെ ജൂലൈ 20-ാം തീയതി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം, വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രമം, തുടർന്ന് കഴിഞ്ഞ ദിവസം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെയുള്ള വലിയ ദീർഘമായ സമര കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും ബീഹാറിൽ നിന്നും ഒരു സാധാരണക്കാരനായ 15 വയസ്സുകാരൻ വെടിയേറ്റു എന്ന വാർത്ത വന്നിരുന്നു. എന്തായാലും അതിന് ഇപ്പോൾ അന്വേഷണ ഏജൻസി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. പോലീസുകാരനെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്.